കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. ഏതൊരു വ്യക്തിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവനിൽ അനന്ത ശക്തികളും കഴിവുകളും നിറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ കാലം കൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിറച്ചു വെച്ചിരിക്കുന്ന കഴിവുകളെയും ശക്തികളെയും സാധ്യതകളെയും അതുപോലെ നമ്മളുടെ സർഗാത്മകമായ കഴിവുകളെയൊക്കെ എങ്ങനെയോ നമ്മൾ മിസ്സായി പോകുന്നു പറയാം. നമ്മൾ അറിയുന്നില്ല. അതിന് പ്രധാന കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, കുട്ടിക്കാലത്തെ നമുക്ക് നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങളില്ലായ്മ, അങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ വെറും ഒരു പാറ്റേണിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. വിദ്യാഭ്യാസം അങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് എനിക്ക് ഇതൊന്നും ആയിരുന്നില്ല, ഇതിനും അപ്പുറത്തേക്കൊക്കെ കടക്കണം എന്ന്, ഉയരണം എന്നൊക്കെ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നും സാധിക്കുന്നില്ല ഒരു വശത്ത്. അല്ലെങ്കിൽ നമ്മൾ കുറേ വയസ്സാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തിയും കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്കൊരു സംശയം, ഇനി എനിക്ക് എൻ്റെ മനസ്സിനേക്ക് ഉയർത്താൻ സാധിക്കുമെന്നൊക്കെ ഉള്ളൊരു സംശയം. ഇവിടെയാണ് നമ്മൾ ഇനിയുള്ള ജീവിതത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടത് പറയാൻ. ഒരിക്കലൊരു കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ദിവസം എല്ലാവരും കമ്പനിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ നിങ്ങളെല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് വരണമെന്ന്. എല്ലാവർക്കും രാവിലെ തന്നെ സങ്കടമായി. ആരാവോ മരിച്ചത്? പേര് വെച്ചില്ലാണ്ട് നിങ്ങളുടെ പുരോഗതിയെ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് പോയിരിക്കുന്നത്. ആളുകൾക്ക് അതിശയായി. മരിച്ചതിൻ്റെ ദുഃഖം ഒരു വശത്ത്, നമ്മളുടെ ഒരു വർക്കർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ മരിച്ചു പോയില്ലേ. എന്നാൽ അവർക്ക് അതിശയം, ആരാണ് ഇത്രയും കാലം നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ വ്യക്തി? ചിലർ പറയുന്നുണ്ട്, അപ്പം കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു ഒന്നും, അതായത് ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ ശത്രു ഇല്ലേ എന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ ചിന്തകളൊക്കെ അവിടെ മീറ്റിംഗ് ഹാളിൽ ചെന്നിരുന്നു. ബോഡിയൊന്നും വന്നിട്ടില്ല. സെക്യൂരിറ്റിക്കാർ ഓരോരുത്തരെയും പിടിച്ചിരുത്തി. എല്ലാവർക്കും അതിശയം, ആരാണ് ഈ മരിച്ചിരിക്കുന്ന വ്യക്തി എന്ന്. എല്ലാവരും ഇരുന്നതിന് ശേഷം കൊണ്ടുവന്നു പെട്ടി. അതവിടെ വെച്ചു. പറഞ്ഞു, മീറ്റിംഗ് ഹാളിൻ്റെ പുറകിലൊരു റൂമുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കാം, ഓരോരുത്തരായിട്ട് അതിൻ്റെ അകത്തേക്ക് പോവുക, അവിടുന്ന് പുറത്തേക്കുള്ള ഡോറിലൂടെ പോവുക.
തിരിച്ചിങ്ങോട്ട് വരരുതെന്ന്. ഓരോരുത്തർ പോകുന്നു. ആരാ ഈ മരിച്ച വ്യക്തി എന്നറിയണം. ഇത്രയും കാലം നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയത് ആരാന്നറിയണം. അവിടെ ചെന്ന് ആരാ എന്നറിയാനുള്ള ഔത്സുക്യത്തോടുകൂടി നോക്കുന്നവർ ആ പെട്ടിയിൽ നോക്കുമ്പം ഷോക്കേറ്റതുപോലെയാവുന്നു. പെട്ടെന്നൊരു ഷോക്ക്. എന്തോ അവരുടെ മനസ്സിലാരോ അടിക്കുന്നത് പോലെ ഒരു തോന്നൽ. അത് കഴിഞ്ഞ് അവർ പുറത്തു പോകും. അവരിങ്ങോട്ട് വരാത്തതുകൊണ്ട് ആരാ മരിച്ചതെന്ന് മറ്റുള്ളവർക്കും അറിയില്ല. ഇങ്ങനെ ഓരോരുത്തർ വന്നു, അവരും കടന്നുപോയി. എല്ലാവർക്കും പോകുമ്പോൾ ഒരു അതിശയം, ആരാണ് മരിച്ചിരിക്കുന്നതെന്ന്. വിഷമത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പം ഒരു ഷോക്ക് തൻ്റെ മനസ്സിൽ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി. എന്നിട്ട് പരസ്പരം മുഖത്തേക്ക് നോക്കി. ആരായിരുന്നു ഇത്രയും പെട്ടിയിൽ? അതിൽ വെച്ചിരിക്കുന്നത് ഒരു കണ്ണാടിയാണ്. എന്നിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയോ? ഈ കാണുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പുരോഗതിയെ മുഴുവൻ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ഇനിയും നിങ്ങൾ അവനെ ഏറ്റിക്കൊണ്ട് നടക്കരുത് എന്നാണ്. നമ്മൾ ദിവസവും നമ്മളെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ആളെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നു അയാൾ നമ്മുടെ പുരോഗതിയെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. നമ്മൾ പലരും പല സമയത്തും കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയൊരു സത്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്കും മനസ്സാണ് കാരണം, ജീവിതത്തിൽ താഴ്ചയ്ക്കും മനസ്സാണ് കാരണം. അപ്പം നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടത്, നമ്മളാണ് നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കേണ്ടത്. അതിനുള്ള എല്ലാ കഴിവുകളും സാധ്യതകളും ഉണ്ട്. അത് മനസ്സിലാക്കാതെ ജോലി മാറിയതുകൊണ്ടോ, വീട് മാറിയതുകൊണ്ടോ, ഭാര്യയെ മാറിയതുകൊണ്ടോ, കുട്ടികളെ മാറ്റിയതുകൊണ്ടോ, പലതും മാറ്റിയതുകൊണ്ടൊന്നും ജീവിതത്തിൻ്റെ നിലവാരം മാറാൻ പോകുന്നില്ല. നമ്മൾ മാറ്റേണ്ടത് വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ് എന്നാണ്. നമ്മൾ മാറ്റേണ്ടത് നമ്മളെ തന്നെയാണ് മാറ്റേണ്ടത്. ഇതാണ് ഭാഗവതത്തിന് ഉറപ്പിച്ച് പറയാനുള്ളത്. കാരണം എന്തിന് നമ്മളെ മാറ്റണം? നമ്മുടെ പുരോഗതിക്കും നമ്മളാണ് ഉത്തരവാദി. വി ആർ ദ ഓൺലി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ഡെവലപ്മെൻ്റ് എന്നാണ്. വേറെ ആരുമല്ല അതിന്. ആ മറ്റുള്ളവർക്കൊക്കെ വഴി കാണിക്കാനേ സാധിക്കുള്ളൂ. ഉയരേണ്ടതും അവനവൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയാണ്. എല്ലാവരും ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ തിരിച്ചറിവാണ് പലർക്കും ഇല്ലാത്തത്. പലരും വിചാരിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളാണ്, ചുറ്റുപാടാണ് എൻ്റെ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ്. ഈ ജോലി മാറി വേറൊരു ജോലി കിട്ടിയൊക്കെ ശരിയായിരുന്നു. ഈ ഭാര്യയെ മാറ്റി വേറൊരു ഭാര്യയാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയായിന്നാണ്. അങ്ങനെ ഒരാളെ മാറ്റിയത് കൊണ്ട്, വേറൊരാളെ കിട്ടിയത് കൊണ്ട്, ഒരു ജോലി മാറ്റിയത് കൊണ്ട്, വേറൊരു ജോലി കിട്ടിയത് കൊണ്ട് പ്രശ്നങ്ങൾ അപ്പോഴും തീരാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്നാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് മാറ്റേണ്ടത് എന്നെയാണ്. അപ്പം എന്നെ മാറ്റിയെടുത്താൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഗീതയിൽ ഭഗവാൻ പറയും, 5-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ പറയും, ശക്നോതിഹൈവയസ്സോടും പ്രാക്ശരീര വിമോക്ഷണൽ കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരാം. ശക്നോതിഹൈവയസ്സോടും പ്രാക്ശരീര വിമോക്ഷണൽ. ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ശരീരം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ വെട്ടി മാറ്റണം. ആരെ മാറ്റണം? ഉള്ളിലിരിക്കുന്ന നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാമക്രോധോദ്ഭവം വേഗം. ആരൊക്കെയാണ്? കാമവും ക്രോധവും തുടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ പിടിവാശികൾ, നമ്മുടെ തെറ്റായ ചില ധാരണകൾ, ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചാൽ സസുഖി, അവൻ സുഖിയാണ്, അവൻ ശ്രേഷ്ഠനാണ്, സയുക്ത, അവൻ യുക്തനാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ മനസ്സിനെ മാറ്റേണ്ടത്? ഭാഗവതം പറയുന്നു, ഭഗവത്ഗീതയൊക്കെ പറയുന്നു. 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആവർത്തിക്കും, യോന്ത സുഗോന്തരാരാമ തദാന്തർജ്യോതിരേവയാം സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
മനസ്സിനും അപ്പുറത്ത് മനസ്സിനെ നിലനിർത്തുന്നത്, മനസ്സിനെ ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ശരീരത്തിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും തോറും മനസ്സിന് മാറ്റം വരുന്നു വരികയാണ്. മനസ്സിന് ശക്തി കൂടും, മനസ്സിന് ധൈര്യം കൂടും, മനസ്സിന് കഴിവ് കൂടും, മനസ്സിന് അറിവ് കൂടും. എളുപ്പമായൊരു മാർഗം ഇതാണ്. അപ്പം നമുക്ക് ദൂരേക്കല്ല മാറ്റേണ്ടത് അവനവനിൽ തന്നെയാണ്. അപ്രകാരം നമ്മുടെ മനസ്സിനെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്നു ഭാഗവതത്തിലെ ഓരോ കഥയും. ഇനി നമുക്ക് കാണേണ്ടുന്ന കഥ ചതുർത്ഥോധ്യായത്തിൽ അവിടെ ദക്ഷൻ്റെ പുനർജനനവും, പിന്നെ ദക്ഷൻ പ്രജാ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രജകളുടെ വിപുലീകരണത്തിന് വേണ്ടി ചെയ്യുന്ന തപസ്സും, അങ്ങനെ അദ്ദേഹത്തിനുണ്ടാവുന്ന ആ പരമ്പരകളുടെ കഥയൊക്കെയാണ്. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, ദേവാസുരനൃണം സർഗോ നാഗാനം മൃഗപക്ഷിണം സമാസികസ്തയാ പ്രോക്തോ യസ്തു സ്വായംഭുവേന്തരേ തസ്സൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യദാം അനുസർഗം യയാ ശക്ത്യാ സസർജ ഭഗവൻ പരാം. അങ്ങ് എന്നോട് ദേവ അസുര നൃണാം ഇവരുടെയൊക്കെ സർഗം, നാഗാനാം മൃഗം പക്ഷിണം സൃഷ്ടിയെക്കുറിച്ചൊക്കെ അങ്ങ് വിശദമായി എനിക്ക് പറഞ്ഞു തന്നു. ഇനി എനിക്കറിയേണ്ടത്, എനിക്ക് വ്യാസമിച്ഛാമി, ഇതിൻ്റെ വ്യാസം, ഇതിൻ്റെ വിപുലീകരണം, ഇതിൻ്റെ വിസ്തീർണം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലെന്ന്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഇവിടെ പഴയ ഒരു കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഏതാ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ സ്കന്ധത്തിൽ അവസാന ഭാഗം നമ്മൾ കണ്ടു. ഒരു യാഗം ചെയ്തിട്ട് പിന്നീട് പുരഞ്ജനോപാഖ്യാനം എന്നുള്ളൊരു കഥ പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ കഥാപാത്രത്തെ? പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പേരായിരുന്നു പ്രജേതസ്സുകൾ. ആ പ്രജേതസ്സുകളെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവരുടെ ആ തപസ്സും കാര്യങ്ങളും അവർക്ക് കുട്ടിയുണ്ടായ കാര്യങ്ങളൊക്കെ പറയാനും. എന്താ കഥ? യഥ പ്രജേതസപുത്രാദശ പ്രാചീന ബർഹിഷ അന്തസമുദ്രാദുന്മഗ്നാം ദദുശുർഗം ദ്രമൈവൃതം. പ്രജേതസ്സുകൾ തപസ് ചെയ്ത് ഭഗവാൻ പ്രകടമായി. എന്നിട്ട് പ്രജേതസ്സുകളോട് പറഞ്ഞു, പ്രജേതസ്സുകളെ, നിങ്ങൾ വൃക്ഷങ്ങളുടെ പുത്രിയെ, സോമൻ്റെ പുത്രി എന്ന് പറഞ്ഞാൽ, സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പുത്രിയെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ, മരീഷ എന്ന് പറയുന്ന കുട്ടിയെ. ഇവർ തപസ്സൊക്കെ കഴിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കുമ്പം ഭൂമി മുഴുവൻ കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വന്നു എന്നും ഇവരുടെ കണ്ണിൽ നിന്ന് അഗ്നി ഉണ്ടായെന്നും കാട് കത്തിക്കാൻ തുടങ്ങി. ദ്രുമേഭ്യ ക്രുദ്ധ്യമാനസ്തേ തപോദീവിതമന്യവ മുഖതോ വായുമഗ്നിം ച സജുജു തദ്ദിക്ഷയാം. അവരുടെ മുഖത്തു നിന്നും വന്ന അഗ്നി കൊണ്ട് കാട് കത്തി നശിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടേക്ക് വരുന്നു സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. എന്നിട്ട് അവരോട് പറയാണ്, മാദ്രുമേഭ്യോ മഹാഭാഗാം ദീനേഭ്യോ ദോഗ്ധമർഹതാം വിവർദ്ധൈഷവോ യൂയാം പ്രജാനം പതയസ്മൃതാം. ഒരിക്കലും വരുത്, ദ്രുമേഭ്യ, ഈ വൃക്ഷങ്ങളെ നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത്. മഹാഭാഗ, ഭാഗ്യവാന്മാരെ, ഈ ധീനരായ വൃക്ഷങ്ങളെ നശിപ്പിക്കരുത്. കാരണം നിങ്ങളാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത്. രാജാക്കന്മാരുടെ ധർമ്മമല്ലേ സംരക്ഷിക്കേണ്ടത്. നോക്കൂ, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പെഴുതിയ ഭാഗവതമാണത്. അന്ന് ഈ ഭൂമിയെ സംരക്ഷിക്കണമെങ്കിൽ ഭൂമിയിൽ എന്ത് വേണം? വൃക്ഷങ്ങൾ വേണം. ഇതിനെ മുഴുവൻ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് നിലനിൽക്കാം, വേണം, വീട് കെട്ടണം, അതുപോലെ നമുക്ക് പല വികാസങ്ങളും വേണം. അപ്പോൾ നമ്മളൊരു വൃക്ഷം നശിപ്പിച്ചാൽ പോലും, അതിനെ മുറിച്ചു കളഞ്ഞാൽ പോലും അതിന് പകരം വേറൊരു വൃക്ഷം നട്ടിരിക്കണം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജീവിച്ചവരല്ല, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ഇന്ന് നോക്കൂ, നമുക്ക് ഭാരതീയ സംസ്കാരം പറയാനേ പറ്റുള്ളൂ. ഇന്ന് എത്രയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ ശ്ലോകങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ചന്ദ്രൻ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ വൃക്ഷങ്ങളെ മുഴുവൻ നശിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയില്ലേ? ഇല്ലേ? ഈ എറണാകുളം തന്നെ നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എത്ര വൃക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ഇന്നിപ്പം നമ്മൾ വൃക്ഷങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് സമ്മതിക്കുമോ വളരാൻ? എവിടെ എത്തിച്ചു കാര്യങ്ങൾ നോക്കൂ. എല്ലാവർക്കും നല്ല അന്തരീക്ഷം വേണം, പൊല്യൂഷൻ ഉണ്ടാവരുത്, ചൂട് കുറയണം. ഇതിനൊക്കെ എന്താ വഴിയുള്ളത്? നമുക്കെല്ലാവർക്കും മോഹങ്ങളുണ്ട്. ആ ഒരു ഫോർസൈറ്റ് എന്ന് പറയും, കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും ദീർഘവീക്ഷണങ്ങളൊക്കെ
നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇനി അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം. ഒരിക്കലൊരു കുട്ടി നടന്നു പോകുന്ന സമയത്ത് ഒരു വൃദ്ധൻ ഒരു മാവിൻ്റെ തൈ നടന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, അമ്മാവൻ ഇത് നട്ട് അതിൽ മാങ്ങ വന്ന് അമ്മാവന് കഴിക്കാനുള്ള യോഗം ഉണ്ടാവുമോ? കുട്ടിയുടെ ചിന്ത അതാണ്. ഉടനെ അമ്മാവൻ പറയാണ് കുട്ടിയോട്, നിന്റെ പ്രായത്തിൽ ഞാൻ മാങ്ങ കഴിച്ചത് അതൊന്നും ഞാൻ നട്ടുപിടിപ്പിച്ചതായിരുന്നില്ല. എൻ്റെ പൂർവികന്മാർ ആരോ കാരണവന്മാർ നട്ടുപിടിപ്പിച്ചതായിരുന്നു അതാണ് ഞാൻ വാങ്ങിയിട്ട് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് നട്ടുവെച്ചിട്ട് പോവുകയാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഒരു ചെടി നട്ടുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ പോവേണ്ടത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നേതൃത്വം കൊടുക്കണം. റോഡ് സൈഡുകളൊക്കെ കംപ്ലീറ്റ് മരങ്ങളൊക്കെ കൊണ്ട് നിറച്ച്, റോഡിൻ്റെ നടുക്ക് വേണ്ട, എവിടെയൊക്കെ സൗകര്യങ്ങളും സ്ഥലങ്ങളും മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ വാങ്ങിച്ച് അന്ന് ഒരു മരം ഏതെങ്കിലും ഒരു ദിവസം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കൂ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരങ്ങളെ കാടിനെയാണ് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ലീലകളാടുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ വൃന്ദാവനം എന്നാണ്, അല്ലേ? ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും കളിക്കുന്നതുമൊക്കെ വൃക്ഷങ്ങളിലാണ്. ഗോപികമാരുടെ വസ്ത്രം എടുത്തുകൊണ്ട് വൃക്ഷത്തിൻ്റെ മുകളിലാണ് പോകുന്നത്. കാളിയ മർദ്ദനമാടാൻ കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിലാണ് കയറുന്നത്. ഭഗവാൻ എത്രയോ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഭഗവാന്മാർ പോലും പ്രകൃതിയെ സ്നേഹിച്ച, പ്രകൃതിയിൽ കളിച്ച ആളുകളായിരുന്നുവെങ്കിൽ ഇതിനെ നശിപ്പിച്ചിട്ടുള്ളൊരു ഭക്തി ആവുമോ? അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തനം വേണം. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത്. എൻ്റെ വക ഒരു വൃക്ഷം ഞാൻ നട്ടിരിക്കണം. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടുപോയത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു പ്രയോജനമുണ്ട് തോന്നില്ല. നമ്മൾ ഏത് പ്രകൃതിയിലാണോ ജീവിക്കുന്നത് ആ പ്രകൃതിയെ നമുക്ക് തന്നതിനെല്ലാം സഹായം ചെയ്തുകൊണ്ട്, തിരിച്ച് പ്രത്യുപകാരം ചെയ്തുകൊണ്ട് വേണം. അതുകൊണ്ട് പറയുന്നു, മാതൃമേഭ്യോ മഹാഭാഗ ദീനേഭ്യോ ദോഗ്ധമർഹതാം വിവർദ്ധൈഷവോ യൂയം പ്രജാനം പതയസ്മൃതാം അന്നം ചരാണാമജരാഹ്യപദ പാദചാരിണം അഹസ്താഹസ്തയുക്താനം ദിപദം ചതുഷ്പദാം. ഈ ഭൂമിയിൽ നിന്നാണ് അന്നം വരുന്നത്. ചരാണാം മചരണാം ഹ്യപദ പാദചാരിണം, നടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും, അഹസ്ത കൈയുള്ളവർക്കും കൈയില്ലാത്തവർക്കും, എന്ന് വെച്ചാൽ സർവ്വചരാചരങ്ങൾക്കും എവിടുന്നാണ് ഭക്ഷണം വരുന്നത്? ഭൂമിയിൽ നിന്നാണ്. നമ്മളെയൊക്കെ ഭാഗവതം പെടുത്തിയിരിക്കുന്നതുണ്ടല്ലോ, ദിപതാം. ദിപതം എന്ന് പറഞ്ഞാൽ രണ്ട് കാലുള്ളവർ. നമുക്കൊക്കെ ഭൂമിയിലുള്ള ഭക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് പൊതുവേ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നാണ്. നമ്മളൊക്കെ വെജിറ്റേറിയന്മാരാണ് ഒറിജിനൽ. നിങ്ങൾ ജനിച്ചു വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടാണ് വന്നത് ആണോ? ഒരാൾ നോൺ വെജ് ഡയറ്റല്ല വരുന്നത്. എല്ലാവരും വെജിറ്റേറിയന്മാരാണ്. പിന്നെ 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 അങ്ങോട്ട് മാറുകയാണ്. അതിനെക്കുറിച്ച് നല്ല ചിന്തകളൊക്കെ ചിന്തിക്കണം. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ആവശ്യം എന്നുള്ളത്. പക്ഷേ ഭാഗവതം പറയുന്നു നമ്മളൊക്കെ വെജിറ്റേറിയന്മാരാണ്. കഴിയുന്നതും നമ്മൾ വെജിറ്റേറിയനിൽ നിന്ന് കഴിഞ്ഞാൽ ശാരീരികമായി ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റത് ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് ശരിയല്ല എന്ന് കുറേ കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിക്കരുതെന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആളുകളോട് ചിന്തിച്ച് മനസ്സിലാക്കുക അതിനെന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നുള്ളത്. എന്നിട്ടോ യൂയം ചപ്പിത്രാന്വാദിഷ്ടാം ദേവദേവേന ചാനഘാം പ്രജാസർഗായ ഹി കഥം വൃക്ഷാൻ നിഗ്ധർദ്വമർഹതാം. നിങ്ങളാണെങ്കിൽ പിതാവിൽ നിന്നും അതുപോലെ ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചവരാണ്. പ്രതേജസ്സുകൾ അച്ഛൻ തപസ്സിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അവിടെ വെച്ച് ഭഗവാനെ രുദ്രഗീതം ചൊല്ലാൻ സാധിച്ചു അല്ലേ? ആ ഭാഗ്യമൊക്കെ കിട്ടിയ നിങ്ങൾ, പ്രജകളെ വർദ്ധിപ്പിക്കേണ്ട നിങ്ങൾ, ഈ വൃക്ഷങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നിങ്ങൾ കോപമൊക്കെ അടക്കി ഇനി എന്ത് വേണം? ഇനി ഈ വൃക്ഷങ്ങളുടെ മകളായിരിക്കുന്ന എൻ്റെയൊക്കെ പുത്രിയായിരിക്കുന്ന മരീഷയെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ്. അലം ദഗ്ധീദ്രുമേദീനൈ ഗിലാനം ശിവമസ്തുവ വാക്ഷീഹേഷാവരാകന്യ ഭഗ്നിത്വേ പ്രതിഗൃഹ്യതം. കത്തിക്കരിഞ്ഞുപോയ വൃക്ഷങ്ങൾക്ക് ആ വൃക്ഷങ്ങൾ പോവട്ടെ, ഇനി മരിക്കാത്ത വൃക്ഷങ്ങളൊക്കെ, ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യമില്ല. ഉള്ളതൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈ പുത്രിയെയും നിങ്ങൾ സ്വീകരിക്കൂ. അപ്പോൾ വൃക്ഷങ്ങൾക്ക് പോലും നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്.
അതൊക്കെ വളരെ സത്യമാണ്. ഡോക്ടർ JC ബോസിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? അദ്ദേഹം കൽക്കട്ടയിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെ മനസ്സിലാക്കിയൊരു കാര്യം, ചെടികൾക്കും മനസ്സുണ്ട് എന്നുള്ളതാണ്. മനുഷ്യർക്ക് മാത്രമല്ല മനസ്സ്, ആർക്കുണ്ട്? ചെടികൾക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ സംവദിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ നമുക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഒന്നാമത് വൃക്ഷങ്ങളില്ല, പിന്നെ ഉള്ളതൊക്കെ എന്താണ്, കെമിക്കൽ ഇട്ടിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പോട്ടെ, അതുകൊണ്ട് ഇവളെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അവർ കല്യാണം കഴിക്കുകയാണ്. തം പ്രഹിബ്ദം ആലോക്യ പ്രജാസർഗം പ്രജാപതി പിന്യപാത അനുപവ്രജ്യ സോചരൽ ദുഷ്കരം തപ. അങ്ങനെ അവർക്ക് അതിൽ നിന്നും പ്രകടമായ കുട്ടിയാണ് ദക്ഷപ്രജാപതി. അദ്ദേഹം അവിടുന്ന് വിന്ധ്യാചലത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അദ്ദേഹം അസ്തോഷീതം സഗുഹ്യേന ഭഗവന്തമതോക്ഷജം തുഭ്യം ദദപിദാസ്യാമി